തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിന്റെ വീട്ടിലുണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു നൽകി. കഴിഞ്ഞ ദിവസം വീട്ടിൽ മാതാപിതാക്കൾ തിരിച്ചെത്തിയതോടെയാണ് വളർത്തുമൃഗങ്ങളെ തിരികെ നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥയായ സഹപ്രവർത്തകയുടെ മരണത്തെ തുടർന്ന് പോലീസ് തിരയുന്ന സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയതോടെ സുഗാന്തിന്റെ വീട്ടുകാരും സ്ഥലത്തു നിന്ന് മാറിയിരുന്നു. ഇതേ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന പശുക്കുട്ടികൾ അടക്കമുള്ള 8ഓളം പശുക്കൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവശനിലയിലായി. തുടർന്ന് പ്രദേശവാസികൾ ഇടപെട്ട് ഭക്ഷണവും വെള്ളവും നൽകുകയും വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരെ വിവരമറിയിക്കുകയും അവർ ഇടപെട്ട് പശുക്കളുടെ സംരക്ഷണം ഡയറി ഫാമേഴ്സ് അസോസിയേഷൻ കൈമാറുകയും ചെയ്തു. തുടർന്ന് പശുക്കളെ തൈക്കാടുള്ള ലത്തീഫിന്റെ ഫാമിലെത്തിച്ച് മരുന്നും ഭക്ഷണവും നൽകി സംരക്ഷിച്ചു പോരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ മാതാപിതാക്കൾ വീട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് പശുക്കളെ വീട്ടുടമകൾക്ക് തന്നെ കൈമാറിയത്. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം. എ. നജീബ്, വാർഡ് മെമ്പർ ES സുകുമാരൻ, വെറ്ററിനറി ഡോക്ടർ മായ, പഞ്ചായത്ത് സെക്രട്ടറി രാജീവ്, DFA പ്രവർത്തകരായ മുഹമ്മദ് കുട്ടി, കരുവാട്ടുമന അനിയൻ തിരുമേനി, അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പശുക്കളെ കൈമാറിയത്. ഇപ്പോ സുഗാന്തിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ തിരിച്ചെത്തിയ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ DFA അത് അവർക്ക് വീണ്ടും തിരിച്ച് കൈമാറുകയാണ്. കഴിഞ്ഞ ചില മാസക്കാലം വളരെ കൃത്യമായിട്ട് നമ്മളെ DFA വളരെ നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, വൈദ്യസഹായം അടക്കം ചെയ്തുകൊണ്ടാണ് നമ്മളെ പശുക്കളെ വളരെ കൃത്യമായി നോക്കി മുന്നോട്ട് പോയത്.